ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. പല നഴ്സസും ന്യൂസിലാൻഡിൽ RN ആയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് എന്താണ് സ്റ്റെപ്സ് എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഡസ്മ ഇന്റർനാഷണലെ കോൺടാക്ട് ചെയ്യാറുണ്ട്. സോ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷന്റെ സ്റ്റെപ്സ് എന്താണെന്നും എങ്ങനെയാണ് ന്യൂസിലാൻഡിൽ സെറ്റിൽ ആവുന്നതെന്നും നോക്കാം. ആദ്യം തന്നെ ന്യൂസിലൻഡിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യണമെങ്കിൽ ആ കൺട്രിയിലെ ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ നഴ്സസ് ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ആയതുകൊണ്ട് ന്യൂസിലൻഡിന്റെ ക്വാളിഫിക്കേഷന്റെ ആ ഒരു ഈക്വലൻസി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പിനെ വെരിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ആരൊക്കെയാണ് വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എലിജിബിൾ എന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം GNM ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സിന് ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് GNM ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് RN ആയിട്ട് തന്നെ ആയിരിക്കണം. അതായത് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് വരേണ്ടത്. ചില GNM നഴ്സസ് ഗൾഫ് കൺട്രീസ് പോലെയുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നത് പ്രാക്ടിക്കൽ നഴ്സായിട്ടും അസിസ്റ്റന്റ് നഴ്സായിട്ടൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള നഴ്സ് ആണെങ്കിൽ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കില്ല. GNM ആണെങ്കിൽ RN എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. ലാസ്റ്റ് ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4-5 എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആ ഒരു പ്രൊഫൈലുള്ള നഴ്സസിനും ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ കൊടുക്കുന്നുണ്ട്. സോ GNMs എലിജിബിൾ ആണ്. ദെൻ സെക്കൻഡ് ക്വാളിഫിക്കേഷൻ വരുന്നത് BSc നഴ്സസ്. ഡെഫിനറ്റ്ലി BSc നഴ്സസ് എലിജിബിൾ ആണ്. ദെൻ പോസ്റ്റ് BSc നഴ്സസ് GNM കംപ്ലീറ്റ് ചെയ്തിട്ട് പോസ്റ്റ് BSc എടുത്ത നഴ്സസ് ഉണ്ട്, അവർ പ്രൊസീജിയർ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. പിന്നെ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, ഇത്രയും നഴ്സസാണ് ഡയറക്റ്റ്ലി ന്യൂസിലാൻഡ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. പിന്നെ ചില നഴ്സസ് ഉണ്ട് ഓസ്ട്രേലിയയിലെ ചില കോഴ്സസ് ഉണ്ടല്ലോ, GDN, GCN, GCAN തുടങ്ങിയ കോഴ്സസ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ വരുന്നവർ എലിജിബിൾ ആണ്. ബട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അവരുടെ RN എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. സോ ഈ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള നഴ്സസ് ആണെങ്കിൽ ന്യൂസിലാൻഡ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റത്തെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 3 to 4 months ആണ് എടുക്കുക. ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയതിനു ശേഷം ന്യൂസിലാൻഡിൻ്റെ നഴ്സിംഗ് കൗൺസിലുമായിട്ടായിരിക്കും അടുത്ത പേപ്പർ വർക്ക് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ അത് കേസ് മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് അങ്ങനത്തെ വെരിഫിക്കേഷൻസ് ഒക്കെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ ഇതിന് ശേഷം ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടും, നിങ്ങൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ്റെ എക്സാമിനേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണെങ്കിൽ ഇനി വരുന്നത് എക്സാമിനേഷനാണ്. ആ ഒരു കൺട്രിയിലെ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് 2 എക്സാമിനേഷൻ ന്യൂസിലാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്നതാണ് ഒന്ന് IQN തിയറി എക്സാം. ഇതൊരു തിയറി ബേസ്ഡ് എക്സാമിനേഷനാണ്. പിയേഴ്സൺ ടെസ്റ്റ് സെൻറ്ററിലാണ് ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത്. സോ എക്സാമിനേഷൻ്റെ ഡേറ്റ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സ്റ്റേജിലായിരിക്കും ചെയ്യുന്നത്. ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ചില നഴ്സസ് അതിന് മുമ്പും തന്നെ ചെയ്യാറുണ്ട്. നമ്മൾ ഫുൾ പ്രോസസ്സിൻ്റെ അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് അനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതല്ല ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ലാത്തവരാണെങ്കിലും ന്യൂസിലാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 3-4 monthsനുള്ളിൽ നമുക്ക് എഴുതിയെടുത്ത് തന്നാലും മതിയാവും. ക്ലബിംഗ് അലൗഡ് ആണ്, സിംഗിൾ മൊഡ്യൂളായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ന്യൂസിലാൻഡ് നോക്കുന്ന നഴ്സസ് ആണെങ്കിൽ കുറേ പേര് ഫ്ലെക്സിബിലിറ്റി ചോദിക്കാറുണ്ട്. സ്കോർ ഇപ്പോൾ എടുക്കുമ്പോൾ 4 മൊഡ്യൂൾസും ഒരുമിച്ച് എടുക്കുമ്പോൾ കിട്ടാൻ ചാൻസസ് കുറവുള്ള നഴ്സസൊക്കെ ഉണ്ട്. സോ അവർ സിംഗിൾ മൊഡ്യൂളായിട്ട് എഴുതാനായിട്ടൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ന്യൂസിലാൻഡ്. കൂടാതെ GNMനും പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ന്യൂസിലാൻഡ് എന്നുള്ളൊരു കൺട്രിയിൽ ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമിനേഷനും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് OSCE വരുന്നുണ്ട്. OSCE എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാം ആണ്. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ്ചർച്ചിലാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. വിസിറ്റർ വിസ അപ്ലൈ ചെയ്ത് ന്യൂസിലാൻഡിൽ ക്രൈസ്റ്റ്ചർച്ചിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വിസിറ്റർ വിസ എന്ന് പറയുന്നത് ഒരു ബിഗ് ടാസ്ക് ആണ്. നമ്മൾ ആ ഒരു പ്രോസസ്സും ഇവിടെ സ്മൂത്തായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് കാൻഡിഡേറ്റ് ന്യൂസിലാൻഡിൽ പോയിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത്. വൺസ് എക്സാം അറ്റൻഡ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ന്യൂസിലാൻഡിൻ്റെ OSCEയുടെ റിസൾട്ട് വരും. ദെൻ നിങ്ങൾക്ക് ഫൈനൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ APC ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ്, ഇതാണ് ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ എവറി ഇയർ നിങ്ങൾക്ക് റിന്യൂ ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 1 year ആണ് ടൈം എടുക്കുന്നത്. ഇത് കഴിഞ്ഞ് പല നഴ്സസിനും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറയാറുണ്ട്.
അങ്ങനെയുള്ള നഴ്സസ് ആണെങ്കിൽ ഓസ്ട്രേലിയയിലെ ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. വൺസ് ന്യൂസിലാൻഡ് ലൈസൻസ് എടുത്തതിന് ശേഷം ന്യൂസിലാൻഡ് ലൈസൻസ് വെച്ചിട്ട് ഓസ്ട്രേലിയയിലേക്ക് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കും. സോ സെയിം ടൈം ന്യൂസിലൻഡിൻ്റെയും ഓസ്ട്രേലിയയുടെയും ലൈസൻസ് വാലിഡായിട്ട് വെക്കാനായിട്ട് ഒരു നഴ്സിന് പറ്റും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. എവറി ഇയർ റിന്യൂ ചെയ്യുക. ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ വൺസ് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സാണെങ്കിൽ ഓസ്ട്രേലിയൻ ലൈസൻസ് എടുക്കുക, ദെൻ ഓസ്ട്രേലിയയിലെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളായിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ന്യൂസിലൻഡിലോ സെറ്റിൽ ആവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. നഴ്സസ് കൂടുതലായും മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. സോ ന്യൂസിലൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ ഡെസ്മ ഇൻ്റർനാഷണൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ എൻറ്റയർ പ്രോസസ്സ് ചെയ്തു തരുന്നതായിരിക്കും. ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഫൈനൽ രജിസ്ട്രേഷൻ വരെയുള്ള എല്ലാ അസിസ്റ്റൻസും, അതിനുശേഷം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസും ഡെസ്മ ഇൻ്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ഡയറക്റ്റായിട്ട് നമ്മളെ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.